പൊന്നാനി തുറമുഖ വികസനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ LDF സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി പൊന്നാനി MLA നൌഷാദ് അലി. കപ്പൽ നിർമ്മാണശാല എന്ന പേരിൽ സ്വകാര്യ കമ്പനിക്ക് വൻതോതിലാണ് ഭൂമി വിട്ടു നൽകിയത്. വെസൽ നിർമ്മാണശാലയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ എവിടെയും ഇത്രയധികം ഭൂമി വിട്ടു നൽകിയിട്ടില്ല എന്നും CPM ജില്ലാ കമ്മിറ്റിക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും നൌഷാദ് അലി പറഞ്ഞു. ഈ പോർട്ട് വികസിക്കേണ്ട അതിൻ്റെ കണ്ണായ അതിൻ്റെ ഹൃദയവും തലച്ചോറും ഒക്കെയായ ഭൂമിയാണ് വെസൽ നിർമ്മാണത്തിന് കൊടുക്കുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു പോർട്ട് വികസനം ഇല്ല. പിന്നെ ഇത്രയധികം ഭൂമി ഒരു വെസലും നിർമ്മിക്കാൻ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ എവിടെയും ഒരു സ്വകാര്യ കമ്പനിക്കും ഒരു സർക്കാരുകളും വിട്ടുകൊടുത്തിട്ടില്ല. CPMന്റെ ജില്ലാ കമ്മിറ്റി വന്ന് ഇതിനെതിരെ ഒക്കെ അല്ലെങ്കിൽ ഇതിനു വേണ്ടിയൊക്കെ ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ എന്ത് താല്പര്യങ്ങളാണ് അവരെ നയിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി അവർക്ക് വല്ലതും കിട്ടിയത് ഇനി തിരിച്ചു കൊടുക്കാൻ പിന്നെ നിർബന്ധിതരാകുമെന്നൊരു സാഹചര്യത്തിലാണോ അവർ ഈ പത്രസമ്മേളനം നടത്തിയതെന്ന് എനിക്കറിയില്ല. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ജംഷീർ, ഈ ഭൂമി വിട്ടു നൽകിയ നടപടി എങ്ങനെയാണ് നിലവിലെ MLA CPMലേക്ക് വഴിതിരിച്ചുവിടുന്നത്? KP നൌഷാദ് അലിക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPMന്റെ മലപ്പുറം ജില്ലാ നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. ഈ പദ്ധതി, അതായത് കപ്പൽ നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട പദ്ധതിയെ തകർക്കാൻ MLA ശ്രമിക്കുന്നു എന്നുള്ള ആരോപണമായിരുന്നു CPM ഉന്നയിച്ചിരുന്നത്. പ്രത്യേകിച്ച് CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അങ്ങനെ ആരോപണങ്ങളായി രംഗത്ത് വരുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. അതായത് യഥാർത്ഥത്തിൽ വെസൽ നിർമ്മാണശാലയാണ് ഇവിടെ നടക്കുന്നത്. അത് കപ്പൽ നിർമ്മാണശാല എന്ന് വാക്കുപോലും അതിന് ഉപയോഗിക്കാൻ കഴിയില്ല. ഒരു സ്വകാര്യ കമ്പനി നടത്തുന്ന ഈ ഒരു വെസൽ നിർമ്മാണശാലയ്ക്ക് തണ്ണായ ഭൂമി, അതായത് പോർട്ടിന് ഉപയോഗിക്കേണ്ട ഈ ഭൂമി തീരെഴുതി നൽകിയത് LDF സർക്കാരാണ്. ആ ഭൂമി അവർക്ക് വിട്ടു നൽകിയാൽ പോർട്ടിന്റെ ഒരു വികസനവും നടക്കാൻ പോകുന്നില്ല. അതിന് താൻ എതിർത്തു എന്നുള്ളത് താൻ തെരഞ്ഞെടുപ്പ് പ്രചരണം സമയത്ത് തന്നെ അതിനെ എതിർത്തതാണ്. ആ കാര്യമാണ് താൻ തുറന്നു പറഞ്ഞത്. മെയ് 18-നാണ് മാരിടൈം എഗ്രിമെന്റ് പുതുക്കുന്നത്. അന്ന് UDF സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് ദിവസം കൂടിയായിരുന്നു. അതിൽ തന്നെ ഇത് CPMന്റെ സ്പോൺസേഡ് ആണെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ അദ്ദേഹം ആരോപിക്കുന്നത്. സ്വകാര്യ വെസൽ നിർമ്മാതാക്കൾക്ക് വലിയ അളവിൽ ഭൂമി നൽകി എന്നതിൽ ദുരൂഹതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വെസൽ നിർമ്മാണത്തിന് ഇത്രയും ഒരു അധികം ഭൂമി എവിടെയും ആരും വിട്ടു നൽകിയിട്ടില്ല. CPM ജില്ലാ കമ്മിറ്റി പോലുള്ളവർ തനിക്കെതിരെ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൽ പ്രതികരിച്ച് രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായും അവർക്കും ഇതിനകത്ത് പങ്കുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നടക്കമുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ KP നൌഷാദ് അലി MLA ഉന്നയിച്ചിരിക്കുന്നത്. ശരി, ജംഷീർ കൊടിഞ്ഞിയാണ് വിവരങ്ങൾ നൽകിയത്.